ഒരു തേങ്ങ തൂക്കിയിട്ട പോലെ തോന്നുന്നുണ്ട്. ഇത് എന്ത് പ്ലാന്റ് ആണ്? എന്താണ് ഇതിന്റെ പേര്? ഇത് ശരിക്കും ഒരു ഫാനാണ്. ഹലോ നമസ്കാരം, ജോബിൻ മാജിക് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ തൃശ്ശൂർ മണലൂർ ഗവൺമെൻറ് ഹൈസ്കൂളിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് നമ്മുടെ വർക്കി ആൻസി പ്ലാന്റ് നഴ്സറിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ വൈഡ് റേഞ്ച് ഓഫ് ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ഒരു കളക്ഷൻ തന്നെയുണ്ട്. കുറേ എന്താ പറയുക, ഇൻഡോർ പ്ലാന്റ്സിൽ ഇനി എനിക്ക് തോന്നുന്ന വേറെ വെറൈറ്റിക്ക് ഇനി വേറെ സ്ഥലത്തേക്ക് പോകണ്ട, അത്രയും കളക്ഷൻ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ കാഴ്ചകളാണ് നമ്മൾ ഈ ഒരു ഇൻഡോർ പ്ലാന്റ്സിൻ്റെ കളക്ഷനാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമസ്കാരം. ശരി, നമസ്കാരം. ഞാൻ വർക്കി സിജ, മണലൂരാണ് വീട്. ചാലിശ്ശേരി കുറ്റുകാരൻ വീട്. മണലൂർ ഗവൺമെൻറ് ഹൈസ്കൂളിന് അടുത്താണ് എൻ്റെ ഓർക്കിഡ് ഫാമും പിന്നെ ഫോളേജസിൻ്റെ ചെടികളായിട്ടുള്ള ഒരു ഫാം നടത്തുന്നത്. ഓക്കെ ചേട്ടാ, അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഓർക്കിഡ്സിനെ പറ്റി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സംസാരിച്ചു. ഇപ്പോൾ ഞാൻ വേറെ നിങ്ങളുടെ നഴ്സറിയുടെ കളക്ഷൻ ഈ ഇൻഡോർ പ്ലാന്റ്സും ഈ ഫോളിജസും ഇലച്ചെടികൾ, അപ്പോൾ അതിനെ പറ്റിയിട്ടൊന്ന് പറയും. നിങ്ങളുടെ എത്ര കളക്ഷൻ ഉണ്ട്, എന്തൊക്കെ വേരിയൻസ് ആണ് ഇപ്പോൾ ഉള്ളത്? സാറിൻ്റെ സൈഡിൽ നിൽക്കുന്ന കുറച്ച് ഒരു സ്പെഷ്യൽ പ്ലാന്റ്സിനൊക്കെ പറ്റി അതിനെ പറ്റിയൊക്കെ ഒന്ന് പറയൂ. അപ്പോൾ എൻ്റെ കയ്യിൽ ഫോളേജസും അതുപോലെ ഇലച്ചെടികൾ അല്ലെങ്കിൽ വെയിൽ അധികം വേണ്ടാത്ത പ്ലാന്റുകൾ, അത് പല ടൈപ്പായിട്ട് വേണമെങ്കിൽ ഒരു 10-80 വെറൈറ്റി ഉണ്ടാവും പലതും. പക്ഷേ അതിൽ തന്നെ കളർ വേരിയൻസ് ഒക്കെ ആയിട്ട് അതിനെല്ലാം കൂടുതലുണ്ടായിരിക്കും. പിന്നെ എൻ്റെ അടുത്ത് നിൽക്കുന്ന ഈ സാധനം സ്പാനിഷ് മോസ് എന്ന് പറയുന്ന ഒരു പ്ലാന്റാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇല പ്രത്യേകിച്ചില്ല, വേര് പ്രത്യേകിച്ചില്ല, പൂവില്ല, കായില്ല, അങ്ങനത്തെ ഒരു സാധനമാണ്. ഇത് പണ്ട് ഇപ്പോൾ അമേരിക്ക അല്ലെങ്കിൽ ഫോറിൻ കൺട്രീസിലൊക്കെ മരത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫേൺ പോലത്തെ പറ്റി പിടിച്ച് നോക്കുന്നൊരു സാധനമാണ്. അപ്പോൾ സ്പാനിഷ് മോസ് എന്നാണ് ഇതിന് പറയുന്നത്. ഒഫീഷ്യലായിട്ട് അതിൻ്റെ വേർഡ് എനിക്ക് ഓർക്കുന്നില്ല. പിന്നെ ഇത് എയർ പ്ലാന്റ് എന്ന് പറയും, ടിലാൻഷ്യ. അത് ഇങ്ങനെ ചെറുതായി ഉണ്ടായി. ഇനി കഴിഞ്ഞ് ഇപ്പോൾ ഇവിടെ ഒരു യെല്ലോ കളർ വന്നത് അതിൻ്റെ ഫ്ലവറിങ് ആണ്. അത് യെല്ലോ ഉണ്ട്, പിങ്കും ഉണ്ട്, 2 കളറ് ഫ്ലവർ ചെയ്യും. ഇതിപ്പോൾ യെല്ലോ ആണ് എൻ്റെ ഉള്ളത്. പിന്നെ പിങ്ക് ഈ സൈഡിൽ എടുക്കുന്നുണ്ട്. അതാകുമ്പോൾ വെച്ചാൽ നമുക്ക് സിറ്റ് ഔട്ടിലൊക്കെ വല്ല ഗ്ലാസ് ബോട്ടിലൊക്കെ വെച്ചാൽ അത് സുഖമായിട്ട് വളരും. ഒരു ടേബിൾ ടോപ്പായിട്ട് വെക്കാം, ഒരു കുഴപ്പമില്ല. അങ്ങനെ അസുഖങ്ങളൊന്നും വരില്ല. പിന്നെ ഇത് ലൈക്കോപോഡിയം എന്ന് പറഞ്ഞൊരു പ്ലാന്റാണ്. ഇതൊരു ഫേൺ തന്നെയാണ്, ശരിക്കും മരങ്ങളുമ്പോൾ പറ്റി പിടിച്ച് വളരുന്നതാണ്. അതിൻ്റെ വേറൊരു വേരിയൻ്റാണ് ഈ കാണുന്നത്. ഇപ്പോൾ നമ്മൾ ഇൻഡോർ പ്ലാന്റ്സിലേക്ക് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ സാറിൻ്റെ ഇത്രയും കളക്ഷൻ ഉണ്ടല്ലോ. ഇപ്പോൾ ഇൻഡോർ പ്ലാന്റ്സ് ഇപ്പോൾ ധാരാളം മാർക്കറ്റും ട്രെൻഡിങ്ങുള്ള ഒരു ടൈമാണ്. അപ്പോൾ ഇൻഡോർ പ്ലാന്റ്സിൽ നമ്മൾ ബേസിക്കായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ ബേസിക് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഇൻഡോർ പ്ലാന്റ്സിൽ പല തെറ്റിദ്ധാരണകളും ഇപ്പോൾ യൂട്യൂബ് ആയിക്കോട്ടെ മറ്റുള്ള മീഡിയാസിലായിക്കോട്ടെ ഇൻഡോർ പ്ലാന്റ്സിനെ പറ്റിയിട്ട് പലരും ഇൻഡോർ എന്ന് പറഞ്ഞ ആൾക്കാർ വിചാരം വീടിൻ്റെ അകത്ത് വയ്ക്കുന്ന അല്ലെങ്കിൽ ചവിട്ടുംപടിയുമ്പോൾ വയ്ക്കുക അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഇൻഡോർ പ്ലാന്റ് ഒരു നിർവചനം അല്ലെങ്കിൽ ഇൻഡോർ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ആ വാക്കിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് നമ്മൾ ഡിഫൈൻ ചെയ്യുക? ഞാൻ എൻ്റെ ചെറിയൊരു അറിവിൽ വെച്ച് പറയുകയാണെങ്കിൽ ഇൻഡോറായിട്ട് നമുക്ക് വീടിൻ്റെ അകത്തോ ഒക്കെ വയ്ക്കാവുന്ന ആ കൂടി ഒരു പ്ലാന്റ് ഞാൻ കണ്ടിട്ടുള്ളൂ മണി പ്ലാന്റ്. ഓർഡിനറി മണി പ്ലാന്റ് നമുക്ക് അകത്ത് വയ്ക്കാം. പക്ഷേ എന്നിരുന്നാലും ഒരു മാസം കഴിയുമ്പോൾ അതിന് ചെറിയൊരു കളർ ചേഞ്ച് വരും. എന്നിരുന്നാലും അത് സർവൈവ് ചെയ്യും. പക്ഷേ ബാക്കി പല പ്ലാന്റുകളും നമുക്ക് സിറ്റ് ഔട്ടിൽ ഒരുവിധം അങ്ങനത്തെ പ്ലാന്റുകളൊക്കെ വയ്ക്കാൻ കുഴപ്പമില്ല. പക്ഷേ ഇപ്പോഴത്തെ വീടുകൾ അധികം ജനലും വാതിലും തുറന്നിടാണ്ട് ഇരിക്കുന്നവരാണ്, എല്ലാം ക്ലോസ്ഡാണ്. അപ്പോൾ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സഫോക്കേഷൻ വരുന്നുള്ള കാര്യം ഉറപ്പാണ് ആ ചെടികൾക്ക്. അപ്പോൾ അത് ഗ്രാജുവലി പ്ലാന്റ് ചീത്തയാവാനുള്ള ചാൻസ് വരും. പ്ലാന്റിൻ്റെ ലീഫിൻ്റെ തറ്റം ഉണങ്ങുമ്പോൾ നമ്മൾ വിചാരിക്കും വെള്ളം പോരാണ്ടാണെന്ന്. അപ്പോൾ എല്ലാവരും വെള്ളം ഒഴിച്ചു കൊടുക്കും, അപ്പോൾ ചീച്ചൽ കൂടും. അപ്പോൾ അതിന് പകരം നമ്മൾ ഒരു ടൈപ്പ് 4-5 പ്ലാന്റുള്ള ചട്ടികളിൽ സൂക്ഷിച്ചാൽ ഒരു ആഴ്ചയിൽ ഒരിക്കൽ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 5 ദിവസം അകത്ത് വയ്ക്കുക, 2 ദിവസം പുറത്ത് വയ്ക്കുക, അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരുവിധമൊക്കെ നമുക്ക് കീപ്പപ്പ് ചെയ്യാം. അല്ലാതെ ഇൻഡോർ പ്ലാന്റ് ഫുള്ളായിട്ട് വയ്ക്കാവുന്നത് വളരെ കുറവ് തന്നെ എൻ്റെ അനുഭവത്തിലുള്ളൂ. ഇനിയിപ്പോൾ അതിന് വേറെ വല്ല ടെക്നിക്ക് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നിരുന്നാലും 5 ദിവസത്തിനകം ഒരു പ്ലാന്റ് ഇതേപോലെ അടച്ചു മൂടിയ ഒരു റൂമിനകത്ത് വെച്ചാൽ അത് നഷ്ടപ്പെടുന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ചേട്ടാ, ഇപ്പോൾ ഈ മുകളിൽ ഒരു ഹാങ്ങിങ് ടൈപ്പ് ഉണ്ടല്ലോ, ഈ പ്ലാന്റിൻ്റെ പേരെന്താണ്? ഇത് എന്താണെന്നൊന്ന് പറയും. ഇത് പെഡിലാൻഡസ് എന്നാണ് ഈ പ്ലാന്റിൻ്റെ പേര്. ഇതിന് ഏറ്റവും പ്രത്യേകത എന്ന് വെച്ചാൽ വെള്ളം വളരെ കുറച്ച് മതി. ഒരു 10 ദിവസം വെള്ളം കിട്ടിയില്ലെങ്കിലും അത് സുഖമായിട്ട് സർവൈവ് ചെയ്യും. ഇപ്പോൾ തന്നെ ഞാനിത്
ഈ കർട്ടൻ പോലെ ഉപയോഗിച്ചിട്ടുള്ളത് ഈ സൗകര്യത്തിന് പ്രതിയാണ് മെയിനായിട്ട്. പിന്നെ അതല്ല വളരെ ഭംഗിയിൽ ഇത് കെടുക്കുകയും ചെയ്യും. പിന്നെ ഇപ്പോൾ ഒരു പുതിയ ട്രെൻഡാണ് ഈ പെഡിലാൻഡസ് എന്നുള്ള പ്ലാന്റ്. അതിൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഗ്രീൻ കളറും വരും. മനസ്സിലായി, അത് നമ്മൾ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളതല്ല, അതിൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. പിന്നെ അത് ഹാങ്ങിങ്ങിന് നല്ലൊരു പ്ലാന്റാണ്. അപ്പോൾ വേറെ അസുഖങ്ങളൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ ഇതിക്ക് മുമ്പ് ഇതിൽ സിങ്കോണി ആയിരുന്നു ഈ കർട്ടണിൽ വെച്ചിരുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് നാൾ അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു 4-5 കൊല്ലം അത് തന്നെയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ ഈ പെഡിലാൻഡസിലേക്ക് മാറിയത്. അപ്പോൾ പെഡിലാൻഡസ് കണ്ടമാനം ആൾക്കാരിപ്പോൾ പ്രിഫർ ചെയ്യുന്ന ഒരു പ്ലാന്റാണത്. ഈ താഴത്തെ പ്ലാന്റോ ഇത് ക്രിപ്റ്റാൻഡസ് എന്ന് പറയും. ശരിക്കും പൈനാപ്പിൾ പ്ലാന്റ് എന്നൊക്കെയാണ് പറയുക. പക്ഷേ ഇതിൻ്റെ ഈ കളറിൻ്റെ പ്രത്യേകത കാരണം ആൾക്കാർക്ക് ഇപ്പോൾ ഭയങ്കര ത്രില്ലായിട്ടുള്ളൊരു സാധനമാണ്. ഇതേപോലെ നമ്മുടെ സിറ്റ് ഔട്ടിലോ അല്ലെങ്കിൽ റൂം കോർണേഴ്സിലൊക്കെ വെക്കാൻ പറ്റിയ ഒരു പ്ലാന്റാണ്. അപ്പോൾ അതിന് അധികം വെള്ളം വേണ്ട, ഡ്രൈ ആയിട്ടിരിക്കുന്നതാണ്. ഓക്കെ. പിന്നെ കുറച്ച് വെളിച്ചം കൂടുതൽ കിട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ കളറ് ഒന്നും കൂടി ഷൈൻ ചെയ്യും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് വളരെ ചെറുത് മുതൽ ഈ വലുപ്പം വരെയുള്ളത് നമ്മുടെ കയ്യിലുണ്ട്. താഴെയുള്ളത് അഗ്ലോണിമ എന്ന് പറയും. അഗ്ലോണിമ ഇപ്പോഴത്തെ ഒരു ട്രെൻഡി ഫിഗറാണ്. അവൻ തന്നെ പ്യുവർ റെഡൊക്കെ ഭയങ്കര കോസ്റ്റ്ലിയാണ്. എൻ്റെ കയ്യിൽ ആ അറ്റത്ത് 2-3 പ്യുവർ റെഡ് ഇരിക്കുന്നുണ്ട്. അതൊക്കെ 1000 രൂപയുടെ മുകളിൽ വരും. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് എല്ലാവർക്കും അഫോർഡബിളാണ്. പിന്നെ അതല്ല വേറെ അസുഖങ്ങളൊന്നും വരില്ല. വെള്ളം കുറച്ച് മതി. വെള്ളം അധികം ഒഴിച്ചാൽ ചിലപ്പോൾ ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഈ ഒരു പ്ലാന്റ് ഇത് ശരിക്കും കോബ്ര ഫേൺ എന്ന് പറയും. ഇതിപ്പോൾ ആയിരിക്കുന്ന പ്ലാന്റ് എൻ്റെ ഒരു 8 കൊല്ലം പ്രായമുള്ളതാണ്. ഇത് അതിൻ്റെ താഴെ, ഇത് അതിൻ്റെ താഴെ. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഭയങ്കര ഹാർഡാണ് അതിൻ്റെ ഇലകൾ. പിന്നെ അത്യാവശ്യം സിറ്റ് ഔട്ടിലൊക്കെ നമുക്ക് വെക്കാം. ഡയറക്റ്റ് വെയിലടിച്ചാൽ അപ്പോൾ അതിൻ്റെ ഇല പൊള്ളി അതിൻ്റെ ഭംഗി പോവുക, ഗ്രീനിഷ് ലുക്ക് നഷ്ടപ്പെടും. അപ്പോൾ അത് കാരണം അധികം വെയിൽ കൊള്ളിക്കാൻ പറ്റില്ല. അതന്നെ. അപ്പോൾ അത് പിന്നെ പലരും വന്നിട്ട് ഇതൊന്ന് ഒടിച്ചു നോക്കുന്നത് പ്ലാസ്റ്റിക് ആണോ, അതാണ് നമുക്കുള്ളൊരു ഇപ്പോഴത്തെ ഒരു വലിയ പ്രശ്നം. ചേട്ടാ ഇത് എന്ത് പ്ലാന്റാണ് വരുന്നത്? ഇത് നമ്മൾ നേരത്തെ കർട്ടൺ പോലെ കാണിച്ചിരുന്ന പെഡിലാൻഡസ്. അതെ, പെഡിലാൻഡസിൻ്റെ തന്നെ നമ്മൾ ഹാങ്ങിങ് ടൈപ്പ് ചെയ്തിട്ടുള്ളതാണ്. ഇതും ഇതേപോലെ നമുക്ക് ഹാങ്ങിങ്ങിന് കൊണ്ടു നടക്കാൻ എളുപ്പമാണ്. വെള്ളം വളരെ കുറച്ച് മതി. അപ്പോൾ പിന്നെ അതല്ല, കുറച്ച് ചൂട് കിട്ടുന്ന അനുസരിച്ച് ഇവൻ്റെ കളറ് ഒന്നും കൂടി വെള്ളയേറ്റ് വരും. ഈ ആ പച്ചപ്പ് വല്ല മുകളിലുള്ള പച്ചപ്പിൻ്റെ ലേശം കുറവുണ്ടാകും. പിന്നെ അതിലൊരു പിങ്കിഷ് ടിഞ്ച് വരും ഇതിന്. അപ്പോൾ ഇവിടെയൊക്കെ ഒരു പിങ്കിഷ് കളർ വരുന്ന പോലെ ആ കളറ് പലർക്കും വരും. അതാണ് ഈ സാധനം പെഡിലാൻഡസ്. ഇപ്പോൾ ഹാങ്ങിങ്ങിന് ഭയങ്കര ട്രെൻഡി ആയിട്ടുള്ളൊരു പ്ലാന്റാണ് ഇപ്പോൾ ഇത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു തേങ്ങ തൂക്കിയിട്ട പോലെ തോന്നുന്നുണ്ട്. ഇത് എന്ത് പ്ലാന്റ് ആണ്? എന്താണ് ഇതിൻ്റെ പേര്? ഇത് ശരിക്കും ഒരു ഫേണാണ്. സ്റ്റാഗ് ഹോൺ ഫേൺ എന്ന് പറയും. എന്നുവെച്ചാൽ നമ്മുടെ മഞ്ഞില മാൻ്റെ കൊമ്പ് എന്നുള്ളതാണ് അതിൻ്റെ സ്റ്റാഗ് ഹോൺ എന്നുള്ള കൊമ്പിൻ്റെ പ്രത്യേകത. ആ ഷേപ്പാണ്, അതുകൊണ്ടാണ് അതങ്ങനെ പറയുന്നത്. ഇതിപ്പോൾ ഒരു 10 കൊല്ലം പഴക്കമായിട്ടുണ്ട്. 10 കൊല്ലത്തിലധികമായിട്ടുണ്ട്. ചെറിയ ചെടികളുണ്ട്. ഇതിൻ്റെ തന്നെ പിന്നെ കണ്ടമാനം വേരിയൻസ് ഉണ്ട്. ഈ ഇലകളുടെ വ്യത്യാസം. ഇപ്പോൾ ആ ഇലയിലും ഈ ഇല വ്യത്യാസമുണ്ട്. ഇതൊക്കെ ചേഞ്ചുകളുണ്ട്. ഇതൊക്കെ 200 രൂപ, 250 രൂപ. ഇത് ഞാനിപ്പോൾ പലരും ചോദിക്കും. പക്ഷേ നമ്മുടെ ഒരു മദർ പ്ലാന്റ് ആയിട്ട് കൊണ്ടു നടക്കുന്ന കാരണം നമ്മളത് വിൽക്കാൻ താല്പര്യപ്പെടുന്നില്ല. ഇവിടെ ഒരു പ്ലാന്റ് ഞാൻ കണ്ടു. ഈ ഒരു പ്ലാന്റ് ഇതിന്റെ പേരെന്താ വരുന്നത്? ഇത് ഹോയ വർഗത്തിൽപ്പെടുന്ന ഒരു പ്ലാന്റാണ്. ഹിന്ദു റോപ്പ് എന്നാണ് എന്നെ പറയുന്നത്. എന്തിങ്ങനെ മടക്കി വെച്ചാണ്? ഇപ്പോൾ നമ്മളൊരു ഭംഗിക്ക് അങ്ങനെ മടക്കിയെന്ന് മാത്രം. പക്ഷേ അതിൻ്റെ പ്ലാന്റിൻ്റെ ഇലയാണ് അതിൻ്റെ പ്രത്യേകത. ഹാർഡായിട്ടിരിക്കും. പിന്നെ വെച്ചാൽ ഇങ്ങനെ ചുക്കി ചുളിഞ്ഞ കാരണം ഒരു സ്പെഷ്യൽ ഷേപ്പാണ്. പിന്നെ ഈ ഹോയൽ കുറച്ച് കോസ്റ്റ്ലി ആയിട്ടാണിത്. നമ്മൾ ഫ്ലവർ ഉണ്ടാവുകയും ചെയ്യും. പക്ഷേ ഫ്ലവറിനേലും എല്ലാവരും പ്രത്യേകം നോക്കുന്നത് ഈ പ്ലാന്റിൻ്റെ ഈ ഇലയുടെ പ്രത്യേകതയാണ്. ഹിന്ദു റോപ്പ് എന്നാണ് പറയുക. പിന്നെ ഭയങ്കര സ്ലോ ഗ്രോത്താണ്. പിന്നെ ഇവിടെ ഒരു പ്ലാന്റ്, ഈ വലിയ ടൈപ്പ് പ്ലാന്റ് ഞാൻ കണ്ടു. ഇതെന്ത് പ്ലാന്റാണ് വരുന്നത്? ഇത് ഒരു ഫേൺ തന്നെയാണ്. ബേർഡ്സ് നെസ്റ്റ് എന്നാണ് ഇതിന് പറയുക. ഇത് ഇനിയും ഒരു 1.5 മീറ്റർ നീളം വരും ഒരു പ്ലാന്റിൻ്റെ ഈ ഒരു ലീഫിന്. അപ്പോൾ അത് തണൽ വേണം. വെയിൽ കൊണ്ടാൽ ഇല പൊള്ളി പോവും. നീട്ടുണ്ടാവും. പക്ഷേ ഇതെന്ന് വെച്ചാൽ ഇതിൻ്റെ അടിയിലാണ് ഈ കാണുന്നതാണ് അതിൻ്റെ വിത്ത്. പക്ഷെ ആ വിത്ത് നമ്മൾ ചരണ്ടി എടുത്ത് പാവിയാൽ അത് ഉണ്ടാവില്ല. പക്ഷെ അത് ഓട്ടോമാറ്റിക്കായിട്ട് കാറ്റിൽ പറന്ന് പലയിടത്തും പറ്റി പിടിച്ചുണ്ടായാൽ അവിടെ ഉണ്ടാവും.
അങ്ങനെ ഉണ്ടായിട്ടുള്ള ഫേണാണ് ഈ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇൻഡോർ പ്ലാന്റ്സിൻ്റെ കുറച്ച് കളക്ഷൻസ് നമ്മൾ കണ്ടു. അപ്പോൾ ഞാൻ സൂപ്പർ എക്സൈറ്റഡ് ആണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ സബ്സ്ക്രൈബർ ബട്ടണിന് തൊട്ടപ്പുറത്ത് ബെല്ലൈക്കണമെന്ന് അമർത്തി നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ കാഴ്ചകളും പുതിയ വീഡിയോ ആയിട്ട് നമുക്കൊരു മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.